ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫാമിലി വ്ളോഗ് ഗഫത. ഇന്നിപ്പോൾ എന്ത് വീഡിയോ ആയിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇതെന്ത് മരമാണെന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ, അപ്പോൾ മനസ്സിലാവും ഇതെന്താണെന്ന്. കണ്ടോ, ഇതാണ് നമ്മുടെ ആപ്പിൾ. ഇത് എവിടെയാണ് എന്നാണല്ലേ നിങ്ങളുടെ സംശയം. ഇത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ നമ്മുടെ മഹാരാഷ്ട്രയിലാണ് സാധനം ഉള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടാകുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ എന്നൊക്കെ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കരുതിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്കെങ്കിലും ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അവിടെ കൃഷി ചെയ്തിരിക്കുന്ന അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കായ്ച്ചു തുടങ്ങിയത്. ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കാശ്മീരിൽ നിന്നാണ്. കാശ്മീരിൽ നിന്ന് തൈ കൊണ്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സെയിമാണ്, പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ മഴയും വെയിലും മഞ്ഞും എല്ലാം നമ്മുടെ കേരളത്തിലെ സെയിം കാലാവസ്ഥ തന്നെയാണ് മഹാരാഷ്ട്രയിലുള്ളത്. പിന്നെ കുറേ ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ ഇല്ലാത്തത് കാരണം നല്ലവണ്ണം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ പാകമായിട്ടില്ല, ചിലതിലൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിലും നല്ലവണ്ണം തന്നെ കായ് പിടിച്ചിട്ടുണ്ട്. അധികം ദിവസമായിട്ടില്ല കായ് പിടിച്ചിട്ട്, ഒന്ന് പാകമായി വരണം. ചിലതിലൊക്കെ ലൈറ്റ് ഒരു ഷെയ്ഡ് വരണുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രിപ്പായിട്ട് ചെറുതായിട്ടൊന്ന് മഹാരാഷ്ട്രയിൽ പോയപ്പോഴത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് കളറൊന്നും ചേഞ്ച് ആവുന്നതേ ഉള്ളൂ. നല്ലവണ്ണം കായ് ഫലമുണ്ട് കേട്ടോ മിക്കതിൽ. കണ്ടോ, അതിൻ്റെ തുമ്പ് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഫ്രൂട്ടിൻ്റെ ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ ചിലതിലൊക്കെ ചിലപ്പോൾ നേരത്തെ കായ്ച്ചതായിരിക്കും, ഒന്ന് രണ്ടൊക്കെ അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ചിങ് വരണുണ്ട്. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതിൻ്റെ ലീവ്സിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാണാനായിട്ട്. നമ്മളൊന്നും പറിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. എല്ലാം നടന്നിങ്ങനെ വീഡിയോ അവരോട് ചോദിച്ചു ഞങ്ങളൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ശരി, ഓക്കെ, വീഡിയോ എടുത്തോളാം. അപ്പോൾ ഞങ്ങൾ നോക്കി നടന്നപ്പോൾ ഇതിൻ്റെ പഴുത്ത ഒന്ന് രണ്ട് ആപ്പിൾ കണ്ടേ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ അടുത്ത് നമ്മളിത് കണ്ടിട്ട് നേരെ പോയതൊരു ഫാമിലേക്കാണ്. ചെടിയുടെ നമ്മുടെ ഈ ഉള്ളിച്ചെടി എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയില്ലേ, അത് തന്നെയാണ് സാധനം. അവരിപ്പോഴായിട്ട് നട്ടിട്ടേ ഉള്ളൂ, പൊടിച്ച് വരുന്നതേ ഉള്ളൂ, നല്ല മെച്ചുറായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ പറമ്പിലൊക്കെ കാണാനായിട്ട് കഴിയും, ലൈറ്റ് റോസ് കളറിൽ ഓറഞ്ച് കളറിലൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലവർ. കണ്ടോ, ഇത് സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇത് അത് തന്നെയാണ്, പക്ഷേ ഡബിൾ പെറ്റലുള്ളതും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉണ്ടോ, ഇത് സിംഗിൾ പെറ്റലാണ്, മറ്റേത് ഡബിൾ പെറ്റലായിരുന്നു. ഇതേ വരണുണ്ട് അടുത്ത് ഡബിൾ പെറ്റൽ. അതാണ്ടോ, ഇതാണ് ഡബിൾ പെറ്റൽ. ഇത് വേറൊരു കളർ. അപ്പോൾ ഇതെങ്ങനെ അവർ പ്രോസസ്സ് ചെയ്ത് കൂടുതലും ഇതിൻ്റെ ബൾബ് എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലാണ് അയക്കുന്നത്. ഇത് ഞാൻ ആമസോണിലൊന്ന് എടുത്ത പിക്ചറാണ് കേട്ടോ. ഇതുപോലെയാണ് അവർ അയക്കുന്നത് ഇവിടെ നിന്ന്. ഇത് അവിടെ ആ നാട്ടിലെത്തിയതിന് ശേഷം മാത്രമേ ഫ്ലവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതായതിനു ശേഷമേ അവർ എടുക്കത്തുള്ളൂ. അവർക്ക് എത്രയോ മാസം അങ്ങനെയൊക്കെ കണക്ക് പറഞ്ഞു, അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ ശരി ഗൈസ്, നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട കമൻസ് ദയവായി അറിയിക്കുക. ഞങ്ങളെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ, സി യു.